വെൽക്കം ബാക്ക് ടു ബേനൂസ് എഡ്യു PSC. അപ്പൊ കൂട്ടുകാരെ, LGS പഠനമൊക്കെ എങ്ങനെ നടക്കുന്നു? അപ്പൊ കമ്പനി ബോർഡ് LGS പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മനസ്സിലാക്കണം. ഈയിടെ നടന്ന കേരള ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അറ്റൻഡർ എക്സാമിനേഷൻ അല്ലെ, അത് 10th ലെവൽ പ്രിലിംസിന് അതേ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പം അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ പഠിക്കാൻ എടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മാത്സ് ആണ് നോക്കി പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. എന്നോടൊപ്പം നിങ്ങൾ ഇത് ചെയ്തു പോകാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ടീച്ചറും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. എന്തായിരുന്നു ചോദ്യം? ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 11 40 കുട്ടികൾ, അവരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 11. ഇനി ടീച്ചറും കൂടെ ഉൾപ്പെട്ടപ്പോൾ എത്ര ആളുകളായി? 41 ആളുകളായി. അവരുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 12 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ചോദ്യം എന്തായിരുന്നു? ഇതിൽ നിന്നും ടീച്ചറിന്റെ വയസ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിത് കണ്ടെത്താനുള്ള മാർഗം ഒന്ന്, നമുക്ക് 40 വയസ്സുള്ള 40 കുട്ടികളുടെ ശരാശരി വയസ്സ് തന്നിട്ടുണ്ട്. ഈ 40 കുട്ടികളുടെ ശരാശരി വയസ്സിൽ നിന്നും നമുക്ക് 40 കുട്ടികളുടെ വയസ്സിന്റെ തുക കണ്ടെത്താൻ സാധിക്കും. അപ്പൊ 40 കുട്ടികളുടെ വയസ്സിന്റെ തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടെത്താം? 40 × 11 വെച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് അത് 440. ഇനി നോക്കാം, 40 കുട്ടികളുടെ കൂടെ ഒരു ടീച്ചർ വന്നപ്പോൾ 41 ആളുകൾ അല്ലെ. അപ്പൊ 41 ആളുകളുടെ വയസ്സിന്റെ തുക എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? 41 × 12 എന്നാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പൊ 41 × 12 എന്ന് പറഞ്ഞിട്ട് എത്ര നോക്കാം? 41 × 12 2 8 4, അപ്പം 492 ഇനി നമ്മൾ ഇതിൽ നിന്ന് ടീച്ചറിന്റെ വയസ്സ് എങ്ങനെ കണ്ടെത്തും എന്ന് വെച്ചാല്, ടീച്ചറിന്റെ വയസ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള തുകയിൽ നിന്നും കുട്ടികളുടെ വയസ്സ് മാത്രം ഉൾപ്പെടെ തുകയെ കുറയ്ക്കണം. അപ്പൊ ടീച്ചറുടെ വയസ്സ് എങ്ങനെ കണ്ടെത്തും? 492 നിന്നും 440 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 52 എന്നാണ്. ഇതാണ് ടീച്ചറുടെ വയസ്സെന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലോ? എങ്ങനെയാണ് നമ്മൾ ശരാശരി തന്നാൽ ഒരു വയസ്സ് പ്രത്യേകം എടുത്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അടുത്ത ചോദ്യം നോക്കിയോളൂ കൂട്ടുകാരെ. 5.25 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കാം എങ്കിൽ എത്ര കുപ്പി വേണം? അപ്പൊ എന്താണ്? 5.25 ലിറ്റർ വെള്ളമാണ് മൊത്തത്തിലുള്ളത് എങ്കിൽ അവയെ 3/4 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലേക്ക് മാറ്റാം. അപ്പം 3/4 ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പികളിലേക്ക് അത് മാറ്റും എങ്കിൽ എത്ര കുപ്പികളാണ് ഉണ്ടാവേണ്ടതാണ് ചോദിക്കുന്നത്. അപ്പൊ എത്രയാണ് വെള്ളം? 5.25 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. അതിനെ 3/4 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലേക്ക് മാറ്റണമെങ്കിൽ എത്ര കുപ്പികൾ വേണം എന്നാണ് ചോദ്യം. അപ്പൊ വെള്ളത്തിന്റെ ആ ഒരു എത്ര വെള്ളം ഉണ്ടെന്ന് അതിനെ നമ്മൾ 3/4 ലിറ്റർ കുപ്പികളിലേക്ക് ഭാഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 5.25 ലിറ്ററിനെ 3/4 കൊണ്ട് ഭാഗിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 5 and 1/4 divided by 3/4 എന്ന് എഴുതുക. ഇനി 5 and 1/4 divided by 3/4, 5 and 1/4 എന്ന് പറയുന്നത് ഒരു എന്താണ്? മിശ്ര ഭിന്ന സംഖ്യയാണ്, ഒരു മിക്സഡ് ഫ്രാക്ഷൻ. ഇതിന് നമുക്ക് ഒരു ഫ്രാക്ഷൻ ആക്കി അതിന് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് മാറ്റണം. അപ്പൊ എന്താണ്? 5 × 4 പ്ലസ് 1/4. അപ്പൊ 5 × 4 20, 20 പ്ലസ് 1 21/4 നമുക്ക് കിട്ടും. ഇനി ആ 21/4നെ നമ്മള് 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന ഫ്രാക്ഷൻസിനെ ഭിന്ന സംഖ്യകളെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഡിവിഷന്റെ സൈൻ മാറ്റിയിട്ട് നമ്പർ അങ്ങനെ എഴുതുക, ഡിവിഷന്റെ സൈൻ മാറ്റുക, എന്നിട്ട് ഇതിന്റെ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് വേണം നമ്മളിവിടെ കണ്ടെത്താൻ. ഇപ്പൊ 4/3, 3/4 നമുക്ക് എന്ത് ചെയ്തും? 4/3 എഴുതും. ഈ 4 കട്ടായിപ്പോ. ഇനി 21 3 കട്ടായിപ്പോ. എത്ര ടൈംസ് ആണ് 3യുടെ ടേബിളിലെ 21? 21 പ്രാവശ്യം. 21 7 പ്രാവശ്യമാണ്. അപ്പൊ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന്. അപ്പൊ 5.25 ലിറ്റർ വെള്ളത്തിന് നമുക്ക് 3/4 ലിറ്റർ കുപ്പി എത്ര കുപ്പികളിൽ എടുക്കണം? 7 3/4 ലിറ്റർ കുപ്പികളിൽ എടുത്താൽ നമുക്ക് 5.25 ലിറ്റർ വെള്ളത്തിന് നിറയ്ക്കാൻ സാധിക്കും. അപ്പൊ എത്ര കുപ്പികൾ വേണം? 7 കുപ്പികൾ വേണമെന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇത് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ കൂട്ടുകാരെ, അടുത്ത ചോദ്യം നോക്കിയോളൂ. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 125 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 175 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ്? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നത്? 90 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗതയാണ് തന്നിരിക്കുന്നത്. 90 കിലോമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. ഇനി ആ തീവണ്ടിയുടെ നീളം തന്നിട്ടുണ്ട്. തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് 125 മീറ്റർ നീളമുള്ള തീവണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ തീവണ്ടിയുടെ നീളമാണ് തന്നിരിക്കുന്നത്. എത്രയാണ് തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത്? 125 മീറ്ററും തന്നിട്ടുണ്ട്. ഇനി
ഈ 120 മീറ്റർ നീളമുള്ള തീവണ്ടി ഒരു പാലം കടക്കുകയാണ്. ആ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 175 മീറ്റർ ആണ്. അപ്പൊ പാലത്തിന്റെ നീളം എത്രയാണ്? 175 മീറ്റർ. എങ്കിൽ ചോദ്യം ഇതാണ്, തീവണ്ടി ആ പാലം കടക്കാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? തീവണ്ടി ആ പാലം കടക്കാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ സമയം കണ്ടെത്താൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ്, ദൂരം ബൈ വേഗതയാണ് സമയം കണ്ടെത്താനുള്ള മാർഗം. എന്താണ്? ദൂരം ബൈ വേഗത. അപ്പൊ ഇവിടെ ദൂരം നമുക്ക് കണ്ടെത്തണം, അതുപോലെ വേഗത തന്നിട്ടുണ്ട്. ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്താനുള്ളത്, ദൂരം എന്ന് പറയുന്നത് ഒരു തീവണ്ടിയും അത് കടക്കുന്ന പാലത്തിന്റെ നീളവും കൂടെ തന്നാൽ ആ തീവണ്ടി സഞ്ചരിച്ച ദൂരമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ആ പാലത്തിന്റെയും തീവണ്ടിയുടെയും നീളത്തെ കൂടെ കൂട്ടിയിട്ടാണ്. അപ്പൊ ഈ തീവണ്ടി കടന്ന ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളവും പാലത്തിന്റെ നീളവും കൂടെ നമ്മൾ കൂട്ടണം. അപ്പൊ എങ്ങനെ കിട്ടും? 125 പ്ലസ് 175. അപ്പൊ നമുക്ക് ഉത്തരം 300 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ തീവണ്ടി കടത്ത ദൂരം എന്ന് പറയുന്നത് 300 മീറ്റർ നമ്മൾ കണക്കാക്കി പോകണം. ഇനി ഇവിടെ ഒന്ന് മീറ്ററിലും മറ്റത് കിലോമീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യവും മീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടും ഒരേ യൂണിറ്റിലേക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 90 കിലോമീറ്ററിനെ മീറ്റർ ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ അതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 90 ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ നമുക്ക് 18ഉം 90ഉം 5 പ്രാവശ്യം, അപ്പൊ 5 ബാക്കി 5 ഇൻറ്റു 5 25 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ കിലോമീറ്റർ ആയിരുന്നു, മീറ്റർ എന്ന് കിട്ടും. 25 മീറ്റർ എന്ന് കിട്ടും. കിലോമീറ്റർ ആയിരുന്നത് നമ്മൾ എന്താക്കി മാറ്റി? മീറ്റർ ആയിട്ട് മാറ്റി. ഇനി വേണം നമ്മൾ കണക്ക് ചെയ്യാൻ. അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് സമയം അല്ലെ, എത്ര സമയം എടുത്തു എന്നാണ് കണ്ടെത്താനുള്ളത്. നമുക്ക് സമയം കണ്ടെത്താൻ വേണ്ടി നമുക്ക് ദൂരം എത്രയാണ് പറഞ്ഞത്? 300 മീറ്റർ എന്ന് പറഞ്ഞ് 300 മീറ്ററിന് എത്ര വേഗതയാണ്? 25 മീറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം, 25ഉം ഇതും കട്ടായിപ്പോ ഇവിടെ 5 പ്രാവശ്യം, ഇവിടെ 60 പ്രാവശ്യം, ഇവിടെ ഇനിയും എന്താണ്? ഇത് രണ്ടും കട്ടായിപ്പോ ഇവിടെ 12. അപ്പൊ 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇതാണ് 12 മീറ്റർ പെർ സെക്കൻഡ് നമ്മുടെ ഉത്തരത്തിലേക്ക്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു കണക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, എല്ലാം ഏത് യൂണിറ്റ് ആണോ ആൻസർ തന്നിരിക്കുന്നത് ആ യൂണിറ്റിലേക്ക് മാറ്റുക. രണ്ടെന്ന് പറയുന്നത്, ഇപ്പൊ തീവണ്ടിയുടെ നീളവും തന്നിട്ടുണ്ട്, പാലത്തിന്റെ നീളവും തന്നാൽ മൊത്തം ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളവും പാലത്തിന്റെ നീളവും കൂടെ കൂട്ടിയതായിരിക്കും മൊത്തം തീവണ്ടി സഞ്ചരിച്ച ദൂരമായിട്ട് കണക്കാക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. ഇത് കിട്ടിയല്ലോ അല്ലെ? അടുത്ത ചോദ്യം നോക്കിയോളൂ. ഒരു ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 3.25 ചതുരശ്ര മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ പരപ്പളവ് അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അല്ലെ. ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 3.25 സ്ക്വയർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത്, അതിന്റെ നീളം പറഞ്ഞിട്ടുണ്ട്. നീളം എന്ന് പറയുന്നത് 2.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ വീതി കണ്ടുവരുത്താനാണ് ചോദ്യം. ഇപ്പൊ ചതുരത്തിന്റെ മീറ്റർ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ തന്നിട്ടുണ്ട്, അതുപോലെ നീളം തന്നിട്ടുണ്ട്. ഇനി എന്റെ വീതി കണ്ടെത്തണം. അപ്പൊ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്നൊക്കെ പറയുന്നത് എന്താണ്? ചതുരമായതുകൊണ്ട് നമുക്ക് കണ്ടെത്തേണ്ടത് നീളം ഇൻറ്റു വീതിയാണ് അല്ലെ. അപ്പൊ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? നീളം ഇൻറ്റു വീതിയാണ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. അപ്പൊ L ഇൻറ്റു ബി ആണ്. ഇവിടെ L ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രയാന്ന് വെച്ചാൽ 3.25 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇത് ഇന്ന് നമുക്ക് നീളം വീതി എങ്ങനെ കണ്ടെത്താന്ന് ചോദിച്ചാല്, ഇവിടെ L ഇൻറ്റു ബിയില് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 2.5 അല്ലെ. ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 3.25 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ബി എങ്ങനെ കണ്ടുപിടിക്കും? ബി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3.25 ഡിവൈഡഡ് ബൈ 2.5 എന്നാണ്. ഇനി നമ്മളിവിടെ കണ്ടെത്തേണ്ടത്, ഇവ രണ്ടിന്റെ ഭാഗത്തും എന്തുണ്ട്? ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഈ ഡെസിമൽ എനിക്ക് ദശാംശ സംഖ്യയാണ് അല്ലെ. അപ്പൊ ആ ദശാംശം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ദശാംശമുള്ള ഏതിലാണ്? ഇവിടെയാണ്, മുകളിലെ ഭാഗത്ത്. അപ്പൊ അവിടെ 2 ദശാംശ സംഖ്യയാണ്. അപ്പൊ അത് നമുക്ക് 100 കൊണ്ട് അതിനെ ഗുണിക്കാം. അപ്പൊ നമ്മളൊരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യ ഇങ്ങനെ ചെയ്യുമ്പോൾ താഴെയും അതുപോലെ എന്ത് ചെയ്യണം? ആ 100 കൊണ്ട് ഗുണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ 2.5ന് നമ്മളിവിടെ 100 കൊണ്ട് അവിടെ ഗുണിക്കുന്നു. അപ്പൊ 3.25 into 100 by 2.5 into 100. അപ്പൊ നമുക്കിവിടെ ഉത്തരം എങ്ങനെ കിട്ടും? 325. ഇവിടെ ഒരു പോയിന്റും പോയിട്ട് ബാക്കി 25
സീറോ എന്നാണ് ഉള്ളത്. 250. അപ്പൊ ആ ഒരു സീറോ ഇതിന്റെ കൂടെ ചേർത്തപ്പം ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഹരിക്കാം. ഹരിക്കാം. ഇത് എത്ര പ്രാവശ്യം? ഇത് 5 പ്രാവശ്യം, 5 ഒരു 0. ഇവിടെ എത്ര പ്രാവശ്യം? ഇത് 32 ആണ്. അപ്പൊ 6 പ്രാവശ്യം, ബാക്കി 2, പിന്നെ ഒരു 25 ആണ്. അപ്പൊ 65 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? 50 നമുക്ക് 10 പ്രാവശ്യം ഇതാക്കാം. ഇവിടെ ഇത് 5 പ്രാവശ്യം പോകും, 13 അല്ലെ? അപ്പൊ 13. അപ്പൊ 13/10 അല്ലെങ്കിൽ എന്താണ്? 1.3 മീറ്റർ നമ്മൾ ഉത്തരത്തിലേക്ക്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പരപ്പളവ് തന്നിട്ട് വീതിയോ നീളോ ഒക്കെ തന്നെയാണെങ്കിൽ അത് മറിച്ചും തിരിച്ചും ഒക്കെ കണ്ടെടുത്താണ് മാർഗം. അപ്പൊ ഇത് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇത്തരം ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്ന ബൈ ഫ്രം മീ. താങ്ക് യു.